Hi all, once again we are back with another video. So in this video we have to discuss mainly four topics, that is engineering as social experimentation, engineers as responsible experimenters, code of ethics, balanced outlook on law. Moving on to our first topic, that is engineering as social experimentation. In earlier stages, the development of a society is expressed or analyzed by the education of the people and their financial welfare. But now, the development of a society is analyzed on the basis of its technical advancement. So, for this technical advancement, engineers are required. Engineers are responsible for such a technical advancement of society or nation. So, while developing such technologies or innovations, an engineer should see its impact on society or human being. അതായത് നമ്മൾ ഏർലിയർ സ്റ്റേജസ് കൺസിഡർ ചെയ്ത് കഴിഞ്ഞാൽ ഒരു സൊസൈറ്റിയുടെ ഡെവലപ്മെൻറ്റ് റെപ്രസെൻറ്റ് ചെയ്യുന്നതിന് അല്ലെ അനലൈസ് ചെയ്യുന്നതിന് ഉപയോഗിച്ചിരുന്ന പാരാമീറ്റർ എന്ന് പറയുന്നത് എഡ്യൂക്കേഷൻ ഓഫ് പീപ്പിൾ ആൻഡ് ദ ഫിനാൻഷ്യൽ വെൽഫെയർ ആയിരുന്നു പണ്ട് കാലത്തൊക്കെ കൺസിഡർ ചെയ്ത് കഴിഞ്ഞാൽ. ബട്ട് നൗ ഡേയ്സ് നമ്മൾ ഇന്ന് കൺസിഡർ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഒരു കൺട്രി ഡെവലപ്ഡ് ആണ് അല്ലെങ്കിൽ ഒരു സൊസൈറ്റി ഡെവലപ്ഡ് ആണ് എന്ന് പറയുന്നത് ഇറ്റ്സ് ടെക്നിക്കൽ അഡ്വാൻസ്മെൻറ്റിൻ്റെ ബേസിസിലാണ്. എത്രത്തോളം അത് ടെക്നിക്കലി അഡ്വാൻസ്ഡ് ആണ്, എത്രത്തോളം ഇമ്പ്രൂവ്ഡ് ടെക്നോളജീസ് ആണ് അവിടെ യൂസ് ചെയ്യുന്നത് എന്നുള്ളതിൻ്റെ ബേസിസിലായിരിക്കും ഇന്നൊരു സൊസൈറ്റി ഡെവലപ്ഡ് ആണോ അല്ലയോ എന്ന് നമ്മൾ റെപ്രസെൻറ്റ് ചെയ്യുന്നത്. സോ ഫോർ സച്ച് ഡെവലപ്മെൻറ്റ് ഓർ ടെക്നോളജിക്കൽ അഡ്വാൻസ്മെൻറ്റ് വി റിക്വയർ എഞ്ചിനീയേഴ്സ് അല്ലേ. എൻജിനീയേഴ്സാണ് ഇതുപോലെയുള്ള, അത് ഏത് ഫീൽഡും ആകാം, അത് സിവിലോ മെക്കെന്നോ ഇസിന്നോ CS അങ്ങനെയൊന്നുമില്ല, എല്ലാ ഫീൽഡിൻ്റെ അകത്തും നമുക്ക് എൻജിനീയേഴ്സ് ആവശ്യമാണ്. ആൻഡ് ദീസ് എൻജിനീയേഴ്സ് ആർ റെസ്പോൺസിബിൾ ഫോർ സച്ച് ഡെവലപ്മെൻറ്റ്. അവരാണ് ഇത്തരത്തിലുള്ള എല്ലാ ഡെവലപ്മെൻറ്റിനും കാരണമാവുന്നത്. സോ വൈൽ ഡെവലപ്പിംഗ് ടെക്നോളജി ആൻ എൻജിനീയർ ഷുഡ് കൺസിഡർ ഇറ്റ്സ് ഇമ്പാക്റ്റ് ഓൾസോ. എന്തുകൂടെ കൺസിഡർ ചെയ്യണം, അവർ ടെക്നോളജി ഡെവലപ്പ് ചെയ്യുന്ന സമയത്ത് അല്ലെങ്കിൽ ഇന്നോവേഷൻസ് കൊണ്ടുവരുന്ന സമയത്ത് ദേ ഹാവ് ടു തിങ്ക് ഓഫ് ദ ഇമ്പാക്റ്റ് കോസ്ഡ് ബൈ ദാറ്റ് ഇന്നോവേഷൻ. ആ ഒരു ഇന്നോവേഷൻ ഉണ്ടാക്കുന്ന ഇമ്പാക്റ്റ് എന്താണെന്നുള്ളതിനെ കൂടെ ഇവർ എന്ത് ചെയ്യേണ്ടതുണ്ട്, കൺസിഡർ ചെയ്യേണ്ടതുണ്ട്. സോ ആൻ എൻജിനീയർ ഷുഡ് സീ ദ ഇമ്പാക്റ്റ് ഓൺ ഹ്യൂമൻ ബീയിങ്, impact on society, impact on environment, the health of people in long run, the distribution of wealth. All these parameters has to be analyzed while developing such technologies. ഇതുപോലെയുള്ള എല്ലാ പാരാമീറ്റേഴ്സും നമ്മൾ എന്ത് ചെയ്യേണ്ടതുണ്ട്, ഹ്യൂമൻ ബീയിങ്സ് എന്തൊക്കെ ഇമ്പാക്റ്റാണ് ഹ്യൂമൻ ബീയിങ്സിന് ഉണ്ടാക്കുന്നത്, എന്തൊക്കെ ഇമ്പാക്റ്റാണ് സൊസൈറ്റിക്ക് ഉണ്ടാക്കുന്നത്, എൻവിറോൺമെൻറ്റ് ഉണ്ടാക്കുന്നത്, ലോങ് റണ്ണിൽ വേണം നമ്മൾ എപ്പോഴും കൺസിഡർ ചെയ്യാൻ പറ്റും. ഒരു ഷോർട്ട് ടേമിലുള്ള ഒരു ഇമ്പാക്റ്റ് നമ്മൾ കൺസിഡർ ചെയ്താൽ പോരാ, നമ്മൾ എന്താണ് കൺസിഡർ ചെയ്യേണ്ടത്, ലോങ് റൺ, ഒരു ഫ്യൂച്ചറിൽ എങ്ങനെയായിരിക്കും വരിക എന്നുള്ളൊരു ഈ ആസ്പെക്റ്റിൽ വേണം നമ്മൾ എന്ത് ചെയ്യാൻ വേണ്ടിയിട്ട് ടെക്നോളജീസ് ഡെവലപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട്. സോ വി ക്യാൻ കൺസിഡർ the duty or responsibility of an engineer is similar to that of an experiment. ഒരു എക്സ്പെരിമെൻറ്റുമായിട്ട് വേണമെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, അതിനെ കമ്പയർ ചെയ്യാൻ പറ്റുമെന്നാണ് പറയുന്നത്. സോ ദർ ആർ സം സിമിലാരിറ്റീസ് ബിറ്റ്വീൻ എൻജിനീയറിംഗ് ആസ് എക്സ്പെരിമെൻറ്റേഷൻ ആൻഡ് സ്റ്റാൻഡേർഡ് എക്സ്പെരിമെൻറ്റേഷൻ. നോർമലി ഉള്ള ഒരു എക്സ്പെരിമെൻറ്റേഷനും ഈ എൻജിനീയറിങ്ങിനെ നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ഒരു എക്സ്പെരിമെൻറ്റേഷൻ എന്നുള്ള രീതിയിൽ കൺസിഡർ ചെയ്യാൻ പറ്റും. എങ്ങനെയാണെന്നുള്ളതാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. ഒരു എക്സ്പെരിമെൻറ്റ് എന്ന് പറയുമ്പോൾ എന്തായിരിക്കും, അതിൻ്റെ അകത്ത് ഒന്ന് കൂടുതൽ എന്തെങ്കിലും റിയേജൻസ് ഉണ്ടാവും, അല്ലെങ്കിൽ റിയാക്ട് ചെയ്യുന്ന കുറേ മെറ്റീരിയൽസിനെ നമ്മൾ എന്ത് ചെയ്യുന്നതായിരിക്കും, കെമിക്കൽസിനെയൊക്കെ നമ്മൾ മിക്സ് ചെയ്തിട്ടൊക്കെ പല ഔട്ട്കമ്മും റിസൾട്ട്സും ഉണ്ടാക്കാൻ വേണ്ടി നോക്കുകയായിരിക്കും. അതാണ് നമുക്ക് എക്സ്പെരിമെൻറ്റ് എന്ന് കേൾക്കുമ്പോൾ ആദ്യം ഓർമ്മ വരുന്ന കാര്യം എന്ന് പറയുന്നത്. അതുപോലെ തന്നെയാണ് നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ എൻജിനീയറിങ്ങിനെയും കൺസിഡർ ചെയ്യാം അല്ലേ. എൻജിനീയറിംഗ് എന്ന് പറയുമ്പോഴത്തേക്ക് ഒരു ഫീൽഡിൽ മാത്രമായിട്ട് നിൽക്കുന്നില്ല, എല്ലാ ബ്രാഞ്ചസും കൂടെ നമ്മൾ ഈ ഒരു റിയേജൻറ്റിനെ മിക്സ് ചെയ്യുന്നത് പോലെ തന്നെ പല പല ബ്രാഞ്ചസും പല പല ഫീൽഡുകളൊക്കെ കൂടി ചേർന്നിട്ടായിരിക്കും നമ്മൾ ഏതെങ്കിലും ഒരു പുതിയൊരു ഇന്നോവേഷൻസ് അല്ലെങ്കിൽ ഒരു ന്യൂ ടെക്നോളജി എന്ന് പറയുന്നത് ഡെവലപ്പ് ചെയ്യുന്നത്. അപ്പോൾ ഒരു എക്സ്പെരിമെൻറ്റ് ചെയ്യുന്നതിൻ്റെ അതേ പ്രോസസ്സുകൾ പോലെ തന്നെയാണ് ഏതിലും വരുന്നത്. പുതുതായിട്ട് നമ്മളൊരു കാര്യങ്ങൾ ഇന്നോവേഷൻസ് അല്ലെങ്കിൽ ടെക്നോളജീസ് ഒക്കെ ഡെവലപ്പ് ചെയ്യുമ്പോൾ അതിൻ്റെ പിന്നിലുണ്ടാവുന്നതും ഇതുപോലെയുള്ള സിമിലർ പ്രോസസ്സുകളാണ്. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുമെന്ന് പറയുന്നത്, വി ക്യാൻ കമ്പയർ എൻജിനീയറിംഗ് ആസ് എക്സ്പെരിമെൻറ്റേഷൻ ആൻഡ് സ്റ്റാൻഡേർഡ് എക്സ്പെരിമെൻറ്റേഷൻ. ഈ രണ്ടിനെയും നമുക്ക് കമ്പയർ ചെയ്യാൻ പറ്റും.
there will be some similarities between engineering as experimentation and standard experimentation. ഇത് രണ്ടും തമ്മിൽ കുറച്ച് സിമിലാരിറ്റീസ് ഉണ്ട് എന്നാണ് പറയുന്നത്. നമുക്ക് നോക്കാം എന്തൊക്കെയാണ് ആ സിമിലാരിറ്റീസ് എന്നുള്ളത്. So the first similarity is one cannot be sure about all the outcomes of both the cases. അല്ലെങ്കിൽ ഈ രണ്ട് കേസസ് ആണെന്നുണ്ടെങ്കിലും ഇന്നേതാണ് ഔട്ട്കം കിട്ടുക എന്നുള്ള ഒരു ഉറപ്പൊന്നും നമുക്ക് ഉണ്ടാവില്ല അല്ലേ. ഒരു എക്സ്പെരിമെൻറ്റ് ചെയ്യുമ്പോൾ എപ്പോഴും എന്തായിരിക്കും, അത് സക്സസ് ആവാം, ഫെയിലിയർ ആവാം. ആ ഒരു സക്സസ്സും ഫെയിലിയർ എന്ന് പറയുന്നത് ഈ എഞ്ചിനീയറിങ്ങിൻ്റെ കേസസിലുണ്ട്. നമ്മൾ പുതിയൊരു ടെക്നോളജീസ് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്ന സമയത്ത്, അല്ലെങ്കിൽ ഒരു ടെക്നിക്കോ ഇന്നോവേഷൻസോ ഒരു സൊസൈറ്റിയിലേക്കോ നാഷനിലേക്കോ കൊണ്ടുവരുന്ന സമയത്ത് അതപ്പം തന്നെ എന്ത് ചെയ്യണമെന്നില്ല, സക്സസ് ആവണമെന്നില്ല. ചിലപ്പോൾ ഒരുപാട് കാലം അത് സക്സസ് ആവാതെ ഇരുന്നിട്ട് പിന്നെ ആയിരിക്കും അത് സക്സസ് ആയി വരുന്നത്. അല്ലെങ്കിൽ നമ്മൾ ഇന്നേ ഔട്ട്പുട്ട് കിട്ടണം, അല്ലെങ്കിൽ ഒരു റിസൾട്ട് കിട്ടണം എന്ന് വിചാരിച്ച് തുടങ്ങുന്ന പല കാര്യങ്ങളും ചിലപ്പോൾ എന്താവണമെന്നില്ല, ആ ഒരു ഔട്ട്പുട്ടിലേക്ക് എത്തണമെന്നില്ല, അത് ഫെയിലിയർ ആയി പോവാം. ഇതേ കേസസ് തന്നെയാണ് എവിടെ ഉണ്ടാകുന്നത്, നമ്മളൊരു എക്സ്പെരിമെൻറ്റ് ചെയ്യുമ്പോഴും. ആ എക്സ്പെരിമെൻറ്റ് ചെയ്യുമ്പോൾ നമുക്ക് കറക്റ്റായിട്ടുള്ള റിസൾട്ട് അല്ലെ സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള റിസൾട്ട് തന്നെ കിട്ടണമെന്നില്ല, കിട്ടാതിരിക്കാം. സോ വൺ കാനോട്ട് ബി ഷുവർ അബൌട്ട് ഓൾ ദ ഔട്ട്കംസ് ഓഫ് ബോത്ത് ദ കേസസ്. രണ്ട് കേസസിലും എന്ത് ഔട്ട്കം കിട്ടും എന്നുള്ളതിനെ പറ്റിയിട്ട് നമുക്കൊരു കറക്റ്റായിട്ടുള്ള ഒരു ആൻസർ പറയാൻ പറ്റില്ല. അതൊരു സിമിലാരിറ്റിയാണ്. ദ നെക്സ്റ്റ് സിമിലാരിറ്റി, ഗെയിനിങ് ഓഫ് നോളജ് ബൈ കോൺസ്റ്റൻറ്റ് മോണിറ്ററിങ് ഈസ് ക്രൂഷ്യൽ ടു ബോത്ത്. ഒരു എക്സ്പെരിമെൻറ്റ് ചെയ്യുമ്പോൾ നമ്മളിത് മോണിറ്റർ ചെയ്തുകൊണ്ടിരിക്കണം. ഓരോ സ്റ്റേജസിലുണ്ടാകുന്ന ചേഞ്ചസ് നമ്മൾ നോട്ട് ഡൗൺ ചെയ്യണം. എങ്കിൽ മാത്രമേ നമുക്കത് കറക്റ്റ് ഔട്ട്പുട്ടിലേക്ക് എത്തിക്കാൻ പറ്റുള്ളൂ. ദ സെയിം തിങ് ഈസ് ഓൾസോ റിക്വയർഡ് ഫോർ എഞ്ചിനീയറിംഗ്. എഞ്ചിനീയറിങ്ങിനും സെയിം കാര്യം തന്നെ വേണം. നമ്മൾ നോളജ് കിട്ടണമെന്നുണ്ടെങ്കിൽ നമ്മളത് എങ്ങനെയാണ് ഗെയിൻ ചെയ്യുന്നത്, എക്സ്പെരിമെൻറ്റിലൂടെ അല്ലെങ്കിൽ എക്സ്പീരിയൻസിലൂടെ മാത്രമേ നമുക്ക് എപ്പോഴും നമ്മുടെ അറിവ്, നോളജ് ഇമ്പ്രൂവ് ചെയ്യാൻ പറ്റുള്ളൂ. സോ ഫോർ ദാറ്റ് വി റിക്വയർ കോൺസ്റ്റൻറ്റ് മോണിറ്ററിങ്. നമ്മൾ ഒരുപാട് തവണ മോണിറ്റർ ചെയ്ത് അല്ലെങ്കിൽ അത് റിപ്പീറ്റ് ചെയ്താൽ മാത്രമേ നമുക്കൊരു ഫൈനൽ റിസൾട്ട്സ് അല്ലെങ്കിൽ ഒരു സക്സസ്സിലേക്ക് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, എത്താൻ പറ്റുള്ളൂ. അപ്പോൾ നമുക്ക് എൻജിനീയറിംഗ് എന്ന് പറയുന്നതിന് ഒരു സോഷ്യൽ എക്സ്പെരിമെൻറ്റേഷൻ എന്ന രീതിയിൽ കൺസിഡർ ചെയ്യാൻ പറ്റുമെന്നാണ് നമ്മൾ പറഞ്ഞുകൊണ്ട് വരുന്നത്. ഒരു സ്റ്റാൻഡേർഡ് എക്സ്പെരിമെൻറ്റേഷനും എൻജിനീയറിംഗ് ആസ് എക്സ്പെരിമെൻറ്റേഷനും തമ്മിൽ സിമിലാരിറ്റീസ് ഉണ്ട്. ആ സിമിലാരിറ്റീസ് എന്തൊക്കെയാണ് ഇപ്പോൾ പറഞ്ഞിരിക്കുന്നത്. ഫസ്റ്റ് സിമിലാരിറ്റി, വൺ cannot be sure about all the outcomes of both the cases. The second similarity, gaining of knowledge by constant monitoring is crucial to both. രണ്ട് കേസസിലും മോണിറ്ററിംഗ് എന്ന് പറയുന്നത് ഒരു ക്രൂഷ്യൽ സ്റ്റെപ്പാണ്. അതുപോലെ തന്നെ വി ആർ നോട്ട് ഷുവർ അബൌട്ട് ഓൾ ദ ഔട്ട്കംസ് ഓഫ് ബോത്ത് ദ കേസസ്. രണ്ട് കേസസിലാണെങ്കിലും ഔട്ട്കം എന്താണെന്നുള്ളതിനെ പറ്റി നമുക്കൊരു ഉറപ്പുണ്ടാവില്ല. അപ്പോൾ ഇതൊക്കെയാണ് എൻജിനീയറിംഗ് ആസ് സോഷ്യൽ എക്സ്പെരിമെൻറ്റേഷൻ എന്ന് പറയുന്നതിൻ്റെ ഒരു കോൺസെപ്റ്റ് എന്ന് പറയുന്നത്. സോ ദ നെക്സ്റ്റ് ടോപ്പിക് ഈസ് engineers as responsible experimenters. So we discussed that engineers have great responsibility to build technologies in society. സൊസൈറ്റിയിൽ ടെക്നോളജീസ് ഉണ്ടാക്കുക എന്ന് പറയുന്ന ഒരു ഗ്രേറ്റ് റെസ്പോൺസിബിലിറ്റി ആരിലുണ്ട്, എൻജിനീയേഴ്സ് ഉണ്ട്. അപ്പോൾ ഇങ്ങനെ ടെക്നോളജീസ് ഉണ്ടാക്കുമ്പം തന്നെ അവർക്ക് വേറെ കുറച്ച് റെസ്പോൺസിബിലിറ്റീസും ഉണ്ട്. They have to guide and make the people aware of the technical advancement, risk and updated informations. ഒരു ടെക്നോളജി അല്ലെങ്കിൽ ഇന്നോവേഷൻസ് നമ്മൾ ഡെവലപ്പ് ചെയ്യുമ്പോൾ അതിൻ്റെ എല്ലാ കാര്യങ്ങളെയും ആൾക്കാർക്ക് പറഞ്ഞു കൊടുക്കുക എന്നുള്ളൊരു റെസ്പോൺസിബിലിറ്റി കൂടെ ആയിരിക്കുന്നുണ്ട്, എൻജിനീയേഴ്സ് ഉണ്ട്. കാരണം എന്താ, പുതിയ ടെക്നോളജീസ് വരുമ്പോൾ അത് പുതിയൊരു കാര്യമായിരിക്കും, പുതിയ നോളജ് ആയിരിക്കും, അതിന് സ്കിൽസ് വേണ്ടി വരും. അതിനെപ്പറ്റി നമ്മൾ എന്ത് ചെയ്തിരിക്കണം, ആൾക്കാരെ അറിയിച്ചിരിക്കണം, പീപ്പിളിനോട് പറയണം, അല്ലെങ്കിൽ സൊസൈറ്റിക്ക് നമ്മൾ ഇൻഫർമേഷൻസ് പ്രൊവൈഡ് ചെയ്യണം. അതുപോലെ തന്നെ ചിലപ്പോൾ എന്തുണ്ടാവും, അതിൽ കൺസിസ്റ്റ് ഓഫ് സർട്ടൻ കൈൻഡ് ഓഫ് റിസ്ക്, അതിൽ ചില റിസ്ക്കുകൾ ഉണ്ടായിരിക്കാം. സോ വി ഹാവ് ടു മേക്ക് അവയർനെസ് ക്രിയേറ്റ് ചെയ്യാൻ പറ്റണം നമുക്ക് അതെന്തൊക്കെയാണ് റിസ്ക് എന്നുള്ളതിനെപ്പറ്റി. ഓൾസോ വി ഹാവ് ടു പ്രൊവൈഡ് അപ്ഡേറ്റഡ് ഇൻഫർമേഷൻസ് ഓഫ് ദ ടെക്നോളജി. ആ ഒരു ടെക്നോളജിയുടെ അപ്ഡേറ്റഡ് ഇൻഫർമേഷൻസും എന്ത് ചെയ്യണം, നമുക്ക് പ്രൊവൈഡ് ചെയ്യാൻ പറ്റണം. അപ്പോൾ ഈ ഒരു റെസ്പോൺസിബിലിറ്റി ആരിലുണ്ട്, എൻജിനീയേഴ്സിനുണ്ട്. സോ ഇൻ ഓർഡർ ടു അക്കംപ്ലിഷ് ദിസ് കൈൻഡ് ഓഫ് റെസ്പോൺസിബിലിറ്റീസ് ദേ നീഡ് സർട്ടൻ ക്യാരക്ടറിസ്റ്റിക്സ്. ചില ക്യാരക്ടറിസ്റ്റിക്സ് ആയിരിക്കും വേണം, എൻജിനീയേഴ്സിന് വേണം. അപ്പോൾ ഒരു മോറലി റെസ്പോൺസിബിൾ ആയിട്ടുള്ള എൻജിനീയേഴ്സിൻ്റെ ക്യാരക്ടറിസ്റ്റിക്സ് എന്തൊക്കെയാണെന്നുള്ളതാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. സോ ദർ വിൽ ബി മെയിൻലി 4 ക്യാരക്ടറിസ്റ്റിക്സ്. ദ ഫസ്റ്റ് വൺ ഈസ് കമ്മിറ്റ്മെൻറ്റ്. If a person have certain commitment towards anything, then only they will get proper success. അല്ലേ, നമുക്ക് എന്തിനോടെങ്കിലും ഒരു കമ്മിറ്റ്മെൻറ്റ് ഉണ്ടെങ്കിൽ മാത്രമേ ശരിക്കും പറഞ്ഞാൽ നമുക്ക് ലൈഫിൽ സക്സസ് അച്ചീവ് ചെയ്യാൻ പറ്റുള്ളൂ. സോ they have commitment towards society, human being, nation, അല്ലേ, അല്ലെങ്കിൽ ഓർഗനൈസേഷൻ ആണെങ്കിൽ അതിനോടൊക്കെ എന്തുണ്ടായിരിക്കണം, ആൾക്കാർക്ക്. ഒരു എൻജിനീയർ എന്നുള്ള രീതിയിൽ നോക്കിക്കഴിഞ്ഞാൽ they should have കമ്മിറ്റ്മെൻറ്റ് ടുവേർഡ്സ് ഇറ്റ്സ് സൊസൈറ്റി, ഇറ്റ്സ് ഓർഗനൈസേഷൻ, ഇറ്റ്സ് നാഷൻ. അല്ലേ, ഇവരുമായിട്ടൊക്കെ എന്തുണ്ടായിരിക്കണം, ഒരു കമ്മിറ്റ്മെൻറ്റ് ഉണ്ടാവണം.
and he should constantly play the role of guardian, savior, social leader, etc. for the well-being of its society. അപ്പോൾ ഒരു എൻജിനീയറിന് കമ്മിറ്റ്മെൻറ്റ് ഉണ്ടായിരിക്കണം. ആ കമ്മിറ്റ്മെൻറ്റ് ഉണ്ടാകുന്നത് പോലെ തന്നെ എന്തുകൂടി ആയിരിക്കണം, ഹി ഷുഡ് ഹാവ് ടു പെർഫോം സർട്ടൻ റോൾ. കുറച്ച് റോൾ പെർഫോം ചെയ്യേണ്ടത്. എന്തൊക്കെയാണ് ആ റോൾ എന്ന് പറയുന്നത്? ദ റോൾ ഓഫ് എ ഗാർഡിയൻ, സേവിയർ, സോഷ്യൽ ലീഡർ ഫോർ ദ വെൽബീയിങ് ഓഫ് ഇറ്റ്സ് സൊസൈറ്റി. അയാളുടെ സൊസൈറ്റിക്ക് വേണ്ടി ഒരു ഗാർഡിയനായി, അല്ലെങ്കിൽ ഒരു പ്രൊട്ടക്ടർ, സേവിയറായി, അല്ലെങ്കിൽ ഒരു സോഷ്യൽ ലീഡർ, നയിക്കുന്നതിനുള്ള ഒരു ലീഡർ എന്നുള്ള റോളുകളൊക്കെ ആര് ചെയ്യേണ്ടതായിട്ടുണ്ട്? എൻജിനീയേഴ്സ് ചെയ്യേണ്ടതായിട്ടുണ്ട്. ഫോർ ദാറ്റ് ദേ ഷുഡ് റിക്വയർ കമ്മിറ്റ്മെൻറ്റ് ഉണ്ടെങ്കിൽ മാത്രമേ ദേ ഹാവ് ടു പെർഫോം സച്ച് റോൾസ്. അങ്ങനത്തെ റോൾസ് അവർക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ? പെർഫോം ചെയ്യാൻ പറ്റുള്ളൂ. സോ ദ നെക്സ്റ്റ് ക്യാരക്ടറിസ്റ്റിക്സ് ഈസ് കോംപ്രിഹെൻസീവ് പേഴ്സ്പെക്റ്റീവ്. എന്താ ഈ കോംപ്രിഹെൻസീവ് എന്ന് പറഞ്ഞാൽ? കോംപ്രിഹെൻസീവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു കാര്യത്തെ നമ്മൾ എല്ലാ ആംഗിളിലൂടെയും നോക്കിക്കാണുക എന്നുള്ളതാണ് ഈ കോംപ്രിഹെൻസീവ് എന്ന് പറയുന്നത്. അപ്പോൾ കോംപ്രിഹെൻസീവ് പേഴ്സ്പെക്റ്റീവ് എന്ന് പറയുമ്പോൾ അതേ മീനിങ് തന്നെയാണ് വരുന്നത്. അതായത് നമ്മളൊരു കാര്യത്തെ അതിന് പോസിബിൾ ആയിട്ടുള്ള എല്ലാ ആംഗിൾസിലൂടെയും നോക്കുക. സോ ഗെറ്റിംഗ് കംപ്ലീറ്റ് ഇൻഫർമേഷൻ ഓഫ് വൺസ് വർക്ക് അറ്റ് ഓൾ ആംഗിൾസ്, അതാണ് ഈ കോംപ്രിഹെൻസീവ് പേഴ്സ്പെക്റ്റീവ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. നമ്മൾ എന്ത് ചെയ്യുക, ഒരാളുടെ വർക്കിൻ്റെ ഇൻഫർമേഷൻസ് എന്ന് പറയുന്നത്, അല്ലെങ്കിൽ അയാളുടെ ഒരു വർക്കിനെ നമ്മൾ എങ്ങനെ നോക്കിക്കാണണം എന്ന് പറയുന്നത്, വി ഷുഡ് ഹാവ് ടു ഗെറ്റ് ഇൻഫർമേഷൻ അറ്റ് ഓൾ ആംഗിൾസ്. എല്ലാ ആംഗിൾസും നമ്മൾ എന്ത് ചെയ്യണം? ഇൻഫർമേഷൻസ് കളക്ട് ചെയ്യണം എന്നാണ് പറയുന്നത് കോംപ്രിഹെൻസീവ് പെർസ്പെക്റ്റീവിൻ്റെ അകത്ത്. ദ നെക്സ്റ്റ് ക്യാരക്ടറിസ്റ്റിക്സ് ഈസ് മോറൽ ഓട്ടോണോമി. ഈ മോറൽ ഓട്ടോണോമി എന്ന് പറയുന്നത് നമ്മൾ ഓൾറെഡി പറഞ്ഞിട്ടുള്ളതാണ്. ബ്ലൈൻഡായിട്ട് ഒരു റൂളിനെ നമ്മൾ ഫോളോ ചെയ്യുന്നതിന് പകരം നമ്മൾ എന്ത് ചെയ്യണം? വി ഹാവ് ടു അനലൈസ് ദാറ്റ് റൂൾ, ദെൻ വി ഹാവ് ടു ടേക്ക് അവർ ഓൺ ഡിസിഷൻസ്. നമ്മൾ നമ്മുടേതായിട്ടുള്ള ഡിസിഷൻസ് എടുത്തിട്ട് വേണം നമ്മൾ എന്ത് ചെയ്യാൻ വേണ്ടി, അത് ഫോളോ ചെയ്യണോ വേണ്ടിയോ എന്നുള്ളത് തീരുമാനിക്കാൻ വേണ്ടി. അതാണ് ഈ മോറൽ ഓട്ടോണോമി എന്ന് പറയുന്നത്. സോ ദേ ഷുഡ് ഹാവ് ദ കപ്പാസിറ്റി ടു തിങ്ക്. അവർക്ക് എന്ത് ചെയ്യണം? അവർക്ക് തന്നെ തിങ്ക് ചെയ്യാനുള്ളൊരു കപ്പാസിറ്റി ഉണ്ടാവണം. എന്നിട്ട് ആ ഒരു കപ്പാസിറ്റി, അല്ലെ ആ ഒരു തിങ്കിങ്ങിൻ്റെ ബേസിസിലായിരിക്കണം അവരെന്ത് ചെയ്യേണ്ടത്? ഡിസിഷൻസ് എടുക്കേണ്ടത്, rather than passively adopting it. ഏതൊരു കാര്യം വെറുതെ അഡോപ്റ്റ് ചെയ്യുന്നതിന് പകരം ദേ ഹാവ് ടു അനലൈസ്, ദേ ഹാവ് ടു തിങ്ക്, ദെൻ ഓൺലി ദേ ഹാവ് ടു ടേക്ക് എ ഡിസിഷൻ. അതിൻ്റെ ബേസിസിൽ മാത്രമേ ഡിസിഷൻസ് എടുക്കാൻ പാടുള്ളൂ. അതാണ് ഈ മോറൽ ഓട്ടോണോമി കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ദ നെക്സ്റ്റ് ഈസ് അക്കൗണ്ടബിലിറ്റി. അടുത്തൊരു ക്യാരക്ടറിസ്റ്റിക്സ് പറയുന്നത് അക്കൗണ്ടബിലിറ്റി ആണ്. ദ മോറൽ ഒബ്ലിഗേഷൻസ് ഓഫ് ദ എൻജിനീയർ ടു അക്കൗണ്ട് ഫോർ ഹിസ് ആക്ഷൻസ്, ഡിസിഷൻസ് ആൻഡ് റെസ്പോൺസിബിലിറ്റീസ്. അല്ലേ, എന്താണ് ചെയ്യാൻ പോകുന്നത്, എന്താണ് ഡിസിഷൻസ് എടുക്കാൻ പോകുന്നത്, എന്തൊക്കെയാണ് റെസ്പോൺസിബിലിറ്റീസ് എന്നുള്ളതിനെ പറ്റിയിട്ട് ഒരു എൻജിനീയർക്ക് സ്വയം ബോധം ഉണ്ടായിരിക്കണം, അല്ലെങ്കിൽ ഒരു ഐഡിയ ഉണ്ടായിരിക്കണം. ദെൻ ഓൺലി ഹി ക്യാൻ പെർഫോം വെൽ. എങ്കിൽ മാത്രമേ അയാൾക്ക് പെർഫോം ചെയ്യാൻ പറ്റുള്ളൂ. ദെൻ ഓൺലി ഹി ക്യാൻ സെർവ് ഇറ്റ്സ് നാഷണൽ സൊസൈറ്റി. എങ്കിൽ മാത്രമേ അയാൾക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ? നാഷണൽ സൊസൈറ്റിയെ സെർവ് ചെയ്യാൻ പറ്റുള്ളൂ. So he should have clear idea regarding his actions, decisions and responsibilities. So all these are the general characteristics of morally responsible engineer. The first one is commitment, then comprehensive perspective, then moral autonomy, and the last one accountability. So the next topic is codes of ethics. എത്തിക്സ് എന്താ നമ്മൾ പറഞ്ഞായിരുന്നു അല്ലേ? എത്തിക്സ് എന്ന് പറഞ്ഞാൽ വാല്യൂസിൻ്റെ പ്രിൻസിപ്പിൾസിൻ്റെ ഒക്കെ ഒരു കോമ്പിനേഷനാണ്. ഇറ്റ്സ് എ കോമ്പിനേഷൻ ഓഫ് values and principles. അല്ലെങ്കിൽ these are a set of principles that can be used to decide whether an action is right or wrong. റൈറ്റ് ആണോ റോങ് ആണോ എന്നൊക്കെ ഡിഫൈൻ ചെയ്യുന്നതിന് വേണ്ടി ഉപയോഗിക്കുന്ന ഒരു സെറ്റ് ഓഫ് പ്രിൻസിപ്പിൾസിനെയൊക്കെയാണ് നമ്മൾ എന്ത് പറയുന്നത്? എത്തിക്സ് എന്ന് പറയുന്നത്. സോ ദ കോഡ് ഓഫ് എത്തിക്സ് മീൻസ് ഇറ്റ്സ് സർട്ടൻ ഗൈഡ് ലൈൻസ്. കുറച്ച് ഗൈഡ് ലൈൻസ് ആണ് ഫോർ ഓൾ ദ മെമ്പേഴ്സ് ഓഫ് ദ ഓർഗനൈസേഷൻ ടു ഫോളോ. അതായത് ഒരു ഓർഗനൈസേഷൻസ് ആയിക്കോട്ടെ, അല്ലെങ്കിൽ ഒരു കമ്പനി ആയിക്കോട്ടെ, അല്ലെങ്കിൽ ഒരു ഗ്രൂപ്പ് ഓഫ് എൻ്റർപ്രൈസസ് ആയിക്കോട്ടെ, എന്താണെന്നുണ്ടെങ്കിലും അവർക്ക് കോമൺ ആയിട്ട് ഫോളോ ചെയ്യുന്നതിന് വേണ്ടിയുള്ള ഒരു സെറ്റ് ഓഫ് ഗൈഡ് ലൈൻസ് ഓർ പ്രിൻസിപ്പിൾസ്, അതിനെയാണ് നമ്മൾ കോഡ്സ് ഓഫ് എത്തിക്സ് എന്ന് പറയുന്നത്. അപ്പോൾ ഓരോ ഓർഗനൈസേഷൻ കൺസിഡർ ചെയ്ത് കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ഓരോ കമ്പനീസ് കൺസിഡർ ചെയ്ത് കഴിഞ്ഞാൽ അവർക്ക് അവരുടേതായിട്ടുള്ള കോഡ് ഓഫ് എത്തിക്സ് ഉണ്ടാവും. ബട്ട് സം ഫീച്ചേഴ്സ് ആർ കോമൺ ഫോർ ഓൾ ഓർഗനൈസേഷൻസ്. എല്ലാ ഓർഗനൈസേഷൻസ് കൺസിഡർ ചെയ്ത് കഴിഞ്ഞാലും അതിൻ്റെ അകത്ത് ചില ഫീച്ചേഴ്സ് എന്ന് പറയുന്നത് കോമൺ ആയിരിക്കും. അപ്പോൾ അങ്ങനെ കോമൺ ആയിട്ട് വരുന്ന ഫീച്ചേഴ്സ് എന്തൊക്കെയാണെന്നുള്ളത് നോക്കാം നമുക്ക്. ദ ഫസ്റ്റ് വൺ, പ്രൊട്ടക്ഷൻ ഓഫ് പബ്ലിക് സേഫ്റ്റി, ഹെൽത്തി ആൻഡ് വെൽഫെയർ.
ഒരു ഫസ്റ്റ് കോഡ് ഓഫ് എത്തിക്സ് എന്ന് പറയുന്നത്, എത്തിക്സ് നമ്മൾ പറഞ്ഞല്ലേ, നമ്മൾ കൺസിഡർ ചെയ്യേണ്ട കുറേ കാര്യങ്ങൾ, വാല്യൂസ്, നമ്മൾ റൈറ്റ് റോങ് എന്ന് എങ്ങനെ ഡിഫൈൻ ചെയ്യണം, അതിനൊക്കെയുള്ള കുറേ സെറ്റ് ഓഫ് പ്രിൻസിപ്പിൾസിനെയാണ് നമ്മൾ പറയുന്നത്. സോ ദ അൾട്ടിമേറ്റ് എയിം എന്ന് പറയുന്നത്, അല്ലെ കോഡ് ഓഫ് എത്തിക്സിനകത്ത് പറയുന്ന ഒരു മെയിൻ പോയിന്റ് എന്ന് പറയുന്നത് പ്രൊട്ടക്ഷൻ ഓഫ് പബ്ലിക് സേഫ്റ്റി, പബ്ലിക് ഹെൽത്ത് ആൻഡ് വെൽഫെയർ. ഇപ്പോൾ ഏതൊരു ഓർഗനൈസേഷൻസ് ആയിക്കഴിഞ്ഞാലും ദേ ഹാവ് ദെയർ ഓൺ ഗോൾ, അവർക്ക് അവരുടേതായിട്ടുള്ള ഗോൾ ഉണ്ടാവും. പക്ഷേ ആ ഗോൾ എങ്ങനെയായിരിക്കണം? ഇറ്റ് ഷുഡ് പ്രൊട്ടക്റ്റ് പബ്ലിക് ഹെൽത്ത് ആൻഡ് ഷുഡ് കൺസിഡർ ദ വെൽഫെയർ ഓഫ് ദ സൊസൈറ്റീൻ്റെ വെൽഫെയർ. ഈ കാര്യങ്ങളൊക്കെ കൺസിഡർ ചെയ്യണം. ഇതിൻ്റെയൊക്കെ ബേസിസിൽ മാത്രമേ എന്ത് ചെയ്യാൻ പാടുള്ളൂ, അവരെന്തൊരു ഐഡിയ കൊണ്ടുവന്നാലും, ഇന്നോവേഷൻസോ പ്രൊജക്റ്റോ കൊണ്ടുവന്നതിനാലും അതിൻ്റെയൊക്കെ ഒരു അടിസ്ഥാനം എന്ന് പറയുന്നത് എന്ത് തന്നെ ആയിരിക്കണം എന്ന് പറയുന്നത് പ്രൊട്ടക്ഷൻ ഓഫ് പബ്ലിക് സേഫ്റ്റി, ഹെൽത്ത് ആൻഡ് വെൽഫെയർ, ഇതായിരിക്കണം. ദ നെക്സ്റ്റ് കോഡ് ഓഫ് എത്തിക്സിൻ്റെ അകത്ത് പറയുന്ന അടുത്തൊരു ഗൈഡ് ലൈൻ എന്ന് പറയുന്നത് ആക്റ്റീവ്ലി ഡിസ്കറേജിങ് ബ്രൈബറി ആൻഡ് പ്ലഗറിസം. അല്ലേ, നമ്മൾ കുറേ കാര്യങ്ങൾ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, കോപ്പി ചെയ്യാൻ പറ്റുമായിരിക്കും. ഓരോന്നിൻ്റെ അകത്ത് നമുക്ക് പല ആൾക്കാർ ചെയ്ത് കണ്ടുപിടിച്ചിട്ടുള്ള അതിലെ കാര്യങ്ങളുണ്ടാവും, അത് നമുക്ക് യൂസ് ചെയ്യാം. പക്ഷെ നമ്മൾ എന്ത് ചെയ്യാൻ പാടില്ല, അങ്ങനെ കോപ്പി ചെയ്തുകൊണ്ടൊന്നും യൂസ് ചെയ്യാൻ പാടില്ല. അല്ലേ, പലതിനും നമുക്ക് പേറ്റൻ്റ് ഉണ്ട്, കോപ്പിറൈറ്റ്, അങ്ങനെ കുറേ കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പം നമ്മൾ അങ്ങനത്തെ കാര്യങ്ങൾ എപ്പോഴും എന്ത് ചെയ്തിരിക്കണം, ഡിസ്കറേജ് ചെയ്തിട്ടുണ്ടായിരിക്കണം. നമ്മൾ ഒരിക്കലും അതിന് എന്ത് ചെയ്യാൻ പാടില്ല, പ്രോത്സാഹിപ്പിക്കാൻ പാടില്ല എന്ന് പറയുന്നത്. ദ നെക്സ്റ്റ് ഈസ് പ്രാക്ടീസിങ് നോ ഡിസ്ക്രിമിനേഷൻ. അല്ലേ, യാതൊരു രീതിയിൽ എന്തുണ്ടാവില്ല, ഡിസ്ക്രിമിനേഷൻ അല്ലെ വിവേചനം ഉണ്ടാവാൻ പാടില്ല. അത് എന്തിൻ്റെ ആസ്പെക്റ്റിലാണെങ്കിലും, വെൽത്തിൻ്റെ ബേസിസിലോ, ജെൻഡറിൻ്റെ ബേസിസിലോ, റിലീജിയൻ, കൾച്ചർ, എന്തിൻ്റെ ബേസിസിലാണെങ്കിൽ, റേസ്, അങ്ങനെ ഒന്നിൻ്റെ ബേസിസിൽ എന്തുണ്ടാവില്ല, ഒരു രീതിയിലുള്ള ഡിസ്ക്രിമിനേഷനും ഉണ്ടാവാൻ പാടില്ല. അതാണ് അടുത്തൊരു കോഡ് ഓഫ് എത്തിക്സിനകത്ത് പറയുന്ന ഒരു ഗൈഡ് ലൈൻ എന്ന് പറയുന്നത്. ദ നെക്സ്റ്റ്, ദ ഷുഡ് ബി ക്ലിയർ ആൻഡ് കറക്റ്റ് ഇൻഫർമേഷൻ. നമ്മൾ എന്തെങ്കിലും ഇൻഫർമേഷൻസ് പ്രൊവൈഡ് ചെയ്യാണ് സൊസൈറ്റിക്ക്, അല്ലെ പബ്ലിക്കിന്, അല്ലെ പീപ്പിളിന് എന്നുണ്ടെങ്കിൽ ഇറ്റ് ഷുഡ് ബി ക്ലിയർ ആൻഡ് കറക്റ്റ്. അതെന്തായിരിക്കണം, ക്ലിയർ ആയിരിക്കണം, കറക്റ്റ് ആയിരിക്കണം. ദ നെക്സ്റ്റ് ഈസ് പ്രൊട്ടക്റ്റിംഗ് കോൺഫിഡൻഷ്യാലിറ്റി ഓഫ് എംപ്ലോയർ. അല്ലേ, അത് ഒരു അൾട്ടിമേറ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ്. ഒരു ഓർഗനൈസേഷൻ വരുമ്പോൾ അതിൽ ഒരുപാട് വർക്കേഴ്സ് ഉണ്ടാവും, എംപ്ലോയീസ് ഉണ്ടാവും, എൻജിനീയേഴ്സ് ഉണ്ടാവും. സോ വി ഹാവ് ടു പ്രൊട്ടക്ട് ദെയർ കോൺഫിഡൻഷ്യാലിറ്റി. അല്ലേ, അവരുടെ കുറേ ഇൻഫർമേഷൻസും കാര്യങ്ങളും ഉണ്ടായിരിക്കണം. എപ്പോഴും കോൺഫിഡൻഷ്യാലിറ്റി മെയിൻ ചെയ്യാൻ പറ്റണം. എല്ലാ കാര്യങ്ങളും ഇങ്ങനെ തുറന്ന് എല്ലാവരുടെ അടുത്തും പറയാൻ പറ്റില്ല നമുക്ക്. സോ വി ഹാവ് ടു പ്രൊട്ടക്ട് ദ കോൺഫിഡൻഷ്യാലിറ്റി ഓഫ് എൻ എംപ്ലോയിയുടെ വർക്കേഴ്സിന് എന്താണെങ്കിലും, അല്ലെങ്കിൽ എൻ ഓർഗനൈസേഷൻ ഷുഡ് റിക്വയർ കോൺഫിഡൻഷ്യാലിറ്റി. അവർക്കൊരു കോൺഫിഡൻഷ്യാലിറ്റി എന്തായാലും ഉണ്ടായിരിക്കണം. അങ്ങനെ അവർക്കത് ആ രീതിയിൽ കൺസിഡർ ചെയ്യാൻ പറ്റുന്ന രീതിയിൽ മാത്രമേ എന്ത് ചെയ്യാൻ പാടുള്ളൂ, അവരുടെ വർക്ക് അവർ പ്രൊസീഡ് ചെയ്യാൻ പാടുള്ളൂ എന്നാണ് പറയുന്നത്. ദെൻ മെയിൻറ്റെയിനിങ് ഡിഗ്നിറ്റി. അല്ലേ, ഡിഗ്നിറ്റി മെയിൻറ്റെയിൻ ചെയ്യാം, അത് അവരുടെ ഒരു പ്രൈം കൺസേൺ ആയിരിക്കണം. ഇതൊക്കെയാണ് കോമൺ ആയിട്ട് വരുന്ന ഒരു കോഡ് ഓഫ് എത്തിക്സിൻ്റെ അകത്ത് വരുന്ന, അല്ലെങ്കിൽ ഏതൊരു ഓർഗനൈസേഷൻ എടുത്താലും അവരുടെ കോഡ് ഓഫ് എത്തിക്സിൻ്റെ അകത്ത് വരുന്ന കുറേ സിമിലറായിട്ട് വരുന്ന കുറേ ഗൈഡ് ലൈൻസ് എന്ന് പറയുന്നത്. നെക്സ്റ്റ്, എ ബാലൻസ്ഡ് ഔട്ട്ലുക്ക് ഓൺ ലോ. നെക്സ്റ്റ് ടോപ്പിക്, എ ബാലൻസ്ഡ് ഔട്ട്ലുക്ക് ഓൺ ലോ. അതായത് നമുക്ക് കുറേ ലോ ഉണ്ടല്ലേ. ദർ വിൽ ബി ലെജിസ്ലേഷൻസ് ലോ, ആൻഡ് ദീസ് ലെജിസ്ലേഷൻസ് ആൻഡ് ലോ ആർ വെരി ഇമ്പോർട്ടൻറ്റ് ഫോർ ദ പ്രോപ്പർ വെൽഫെയർ ഓഫ് എ സൊസൈറ്റി. ഒരു സൊസൈറ്റീൻ്റെ വെൽഫെയറിന് ഇതുപോലെയുള്ള ലെജിസ്ലേഷൻസും ലോസും ഒക്കെ ആവശ്യമാണ്. ആൻഡ് ദീസ് ലെജിസ്ലേഷൻസ് ആൻഡ് ലോ will help to use the technology in a proper way. ഓരോ ടെക്നോളജീസിനെ അതിൻ്റെ പ്രോപ്പർ വേയിൽ യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ഗൈഡ് ചെയ്യുന്നത് ആരാണ്? ദിസ് കൈൻഡ് ഓഫ് ലെജിസ്ലേഷൻസ് ലോ ആണ്. അല്ലേ, അല്ലെങ്കിൽ അതെന്തുണ്ടാവും, അവിടെ മിസ്യൂസ് ഉണ്ടാവാം. അല്ലേ, നമുക്ക് ഏതൊരു ടെക്നോളജി ആണെങ്കിലും അതിന് അഡ്വാൻറ്റേജസും ഡിസഡ്വാൻറ്റേജസും ഉണ്ട്. സോ ദീസ് ലെജിസ്ലേഷൻസ് ആൻഡ് ലോ വിൽ ഗൈഡ് us to use the technologies in a proper way. Otherwise there will be chance of misuse of ടെക്നോളജീസിൻ്റെ മിസ്യൂസസിനുള്ള ചാൻസസ് ഉണ്ടാവും. പക്ഷേ അറ്റ് ദ സെയിം ടൈം അവിടെ എന്തുണ്ടാവാനുള്ള ചാൻസസ് ഉണ്ട്, ഈ ലെജിസ്ലേഷൻസ് ലോ ഒക്കെ ഭയങ്കര കൂടുതലാണ്, അല്ല ഹാർഡാണെന്ന് വിചാരിക്കുക, അല്ലെങ്കിൽ റിജിഡ് ആണെന്ന് വിചാരിക്കുക. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ എന്തായിരിക്കും, ഇറ്റ് വിൽ അഡ്വേഴ്സ്ലി എഫക്ട് ദ ടെക്നോളജിക്കൽ ഗ്രോത്തിനെ അതെന്തായിരിക്കും, അഡ്വേഴ്സ്ലി എഫക്റ്റ് ചെയ്യും. സോ ആബ്സെൻസ് ഓർ ടു മച്ച് legislation will result in chaos and the growth of technology will be retarded. അല്ലേ, അത് നെഗറ്റീവ് എഫക്റ്റ് ആയിരിക്കും ഉണ്ടാവുക. എന്ത് കാര്യമാണെന്നുണ്ടെങ്കിലും അതൊരു ലിമിറ്റിൽ കൂടിക്കഴിഞ്ഞാൽ പ്രശ്നമായിരിക്കും, അതുപോലെ തന്നെ ഒരു ലിമിറ്റിൽ കുറഞ്ഞു കഴിഞ്ഞാലും എന്തായിരിക്കും, പ്രശ്നമായിരിക്കും. സോ വി റിക്വയർ ലെജിസ്ലേഷൻസ് ആൻഡ് ലോ ഫോർ ദ പ്രോപ്പർ യൂസസ് ഓഫ് ടെക്നോളജി, ബട്ട് വെൻ ആബ്സെൻസ് ഓർ ടു മച്ച് ലെജിസ്ലേഷൻ വിൽ റിസൾട്ട്സ് ടെക്നോളജിക്കൽ
റിട്ടാർഡ്മെൻറ്റ് അല്ലേ, ടെക്നോളജിയുടെ ഒരു റിട്ടാർഡ്മെൻറ്റിനായിരിക്കും ഏത് കാരണമാവുക, ആബ്സെൻസ് അല്ലെങ്കിൽ ടു മച്ച് ലെജിസ്ലേഷൻസ് കാരണമാവുക എന്നാണ് പറയുന്നത്. സോ എവറി എൻജിനീയർ ആൻഡ് ലോ മേക്കർ ഷുഡ് മെയിൻറ്റെയിൻ ദ ബാലൻസ് ഇൻ എൻഫോഴ്സ്മെൻറ്റ് ഓഫ് ലെജിസ്ലേഷൻസ് ആൻഡ് ലോ. അപ്പോൾ ഒരു എൻജിനീയർ അല്ലെങ്കിൽ ഒരു ലോ മേക്കർ ഇവർക്ക് എന്ത് ചെയ്യണം, ദേ ഹാവ് ടു മേക്ക് എ ബാലൻസ്. ഒരു ഈ ടെക്നോളജിയുടെയും അതുപോലെ തന്നെ ലെജിസ്ലേഷൻസിൻ്റെ ലോയിൻ്റെയും ഒക്കെ ഒരു ബാലൻസ് മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റണം. ദെൻ ഓൺലി ദ ക്യാൻ പ്രൊവൈഡ് പ്രോപ്പർ വെൽഫെയർ ടു അവർ സൊസൈറ്റിക്ക് ഒരു പ്രോപ്പർ വെൽഫെയർ പ്രൊവൈഡ് ചെയ്യാൻ പറ്റുള്ളൂ എന്ന് പറയുന്നത്. സോ വി റിക്വയർ എ ബാലൻസ് ബിറ്റ്വീൻ ലെജിസ്ലേഷൻസ് ആൻഡ് ലോ ആൻഡ് ടെക്നോളജി. ഇത് തമ്മിൽ എന്തുണ്ടായിരിക്കണം, ഒരു ബാലൻസ് ഉണ്ടായിരിക്കണം എന്നാണ് പറയുന്നത്. അപ്പോൾ നമ്മൾ ഈ ഒരു മൊഡ്യൂളിൽ ഈ വീഡിയോയിൽ എന്തൊക്കെയാണ് ഡിസ്കസ് ചെയ്തത് നോക്കാം. സോ വി ഡിസ്കസ്ഡ് engineers as social experimentation, engineers as responsible experimenters, code of ethics, the general guidelines for organizations, then balanced outlook on law. So this is all about this video. Thank you for watching. Thank you.